ഇതാണ് നമ്മുടെ ടോപ്പ് മെറ്റീരിയൽ. ടോപ്പ് മെറ്റീരിയലിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ നിന്ന്, ഷോൾഡറിൽ നിന്ന് ഡയഗണലി ആണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. 3 ഫ്ലവർ പാറ്റേൺ ആണ് ഉള്ളത്. റോസ് ഫ്ലവർ ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഏത് നെക്ക് പാറ്റേൺ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു വി നെക്ക് പാറ്റേൺ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ തയ്ക്കണമെന്നില്ല, ഏത് വേണമെങ്കിലും നെക്ക് പാറ്റേൺ നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ത്രെഡിൻ്റെ കളർ പറയുവാണെങ്കിൽ ബേബി യെല്ലോ ആണ്. ബ്രൈറ്റ് കളർ യെല്ലോ അല്ല, ഇതിൻ്റെ അകത്ത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ബേബി യെല്ലോ ആണ്. വളരെ ലൈറ്റായിട്ടുള്ള കളർ ഷെയ്ഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കിതുപോലത്തെ ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ പ്രിൻറ്റഡ് പട്ടിയാല പാൻസോ അല്ലെങ്കിൽ പെൻസിൽ പാൻസ്, അങ്ങനത്തെ പ്രിൻറ്റഡ് പാൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ബേബി യെല്ലോ ഷെയ്ഡിലുള്ള അങ്ങനത്തെ ദുപ്പട്ടയും കോട്ടൻ്റെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല പ്ലെയിൻ ആണെങ്കിൽ ബേബി യെല്ലോ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ പാൻസ് ആണെങ്കിലും ചൂസ് ചെയ്യാം. ഇത് 2.5 മീറ്റർ കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്, ടോപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ ആണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഡാർക്കർ ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വീഡിയോയിൽ, പക്ഷേ അതിലും ലൈറ്റർ ഷെയ്ഡ് ആണ്, കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡാണ്. ഈ വീഡിയോ കാണുന്നേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ബ്ലൂ ആണ്. അതിൻ്റെ അകത്താണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 റോസ് ഫ്ലവർ പാറ്റേൺസ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഡയഗണലി കഴുത്തിൻ്റെ അവിടെ, നെഞ്ചത്ത്, പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ, അങ്ങനെ ഡയഗണലിയാണ് നമ്മുടെ ഈ എംബ്രോയ്ഡറി പോണത്. ഈ ഒരു സ്റ്റിച്ച് ദൂരത്തുനിന്ന് നോക്കുവാണെങ്കിൽ നല്ല എടുത്ത് നിൽക്കുന്ന 6 സ്റ്റാൻഡ്സിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നല്ല എംപോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അകത്ത് ടോപ്പ് മെറ്റീരിയലിൻ്റെ വർക്ക് വരുന്ന 3 ഫ്ലവർ പാറ്റേൺ. സ്ലീവ്സിലൊന്നുമില്ല. ഇതുപോലെ 2.5 മീറ്റർ കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയലിനകത്ത് ഇതുപോലത്തെ 3 ഫ്ലവർ പാറ്റേൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് അയച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 599 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പം ഞാനൊരു പ്ലെയിൻ ക്ലോത്തിലാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ റോസ് ഫ്ലവർ തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ച് ഹെവി ചെയിൻ സ്റ്റിച്ചാണ്. ഹെവി ചെയിൻ സ്റ്റിച്ച് നമ്മൾ സാധാരണ നോർമൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തന്നെയാണ്, കുറച്ചൊരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ കണ്ടിന്യൂസ് ഫ്രണ്ടിലോട്ട് തയ്ച്ച് പോവുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തയ്ച്ച് പോകുന്നതാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ നേരത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. 6 സ്റ്റാൻഡ്സ് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു റോസ് ഫ്ലവർ തയ്ക്കുന്നത് എംപോസ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ 6 സ്റ്റാൻഡ്സ് തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു കുഞ്ഞു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് അങ്ങോട്ടേക്കാണ്. സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു, നോർമൽ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ. ഇത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ആദ്യം ഒരു ചെയിൻ ഇടുക. ഒന്നെങ്കിൽ ചെയിൻ ഇടുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കുത്തി താത്തി ഇങ്ങനെ വെക്കാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയിൻ ഇട്ടിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതും ചെയിൻ തന്നെ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലാണ്ട് വെറുതെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് തയ്ച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് ഒരു ചെയിൻ ഇടാണ്, ഈ ഡയറക്ഷനിലോട്ട്. സാധാരണ നോർമൽ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വലിച്ചെടുക്കണവരെ വലിച്ചെടുക്കുക. ഇതുവരെ വലിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ താത്തുകയും ചെയ്തു. ഇതുപോലെ ഇങ്ങനെ താത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുപ്പിച്ചടുപ്പിച്ച വേണ്ട, ചെയിൻ അധികം അകത്തണ്ട എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കുത്തിയെടുക്കുക. അധികം ഡിസ്റ്റൻസ് വിടാണ്ട് തന്നെ അടുത്ത് തന്നെ കുത്തി ഇതുപോലെ എടുക്കുക. കുത്തിയെടുത്തിട്ട് നമ്മൾ പിന്നെ ആദ്യം നമ്മൾ താത്തിയതിൻ്റെ ഇതിൻ്റെ താഴത്തേക്കൂടെ, ക്ലോത്തിൽ ടച്ച് ചെയ്യുന്നില്ല, ആ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇതുപോലെ. അപ്പോൾ ഇത് ഇച്ചിരി അഴയുമായിരിക്കും, അതൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ സെയിം പോയിന്റിൽ തന്നെ താത്തുക. വീണ്ടും നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അടുത്ത ചെയിനിന് വേണ്ടിയിട്ട്, അടുത്ത ചെയിൻ തയ്ക്കാൻ നേരത്ത് ഈ ചെയിൻ്റെയും ഇതിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഇങ്ങനെ ആദ്യത്തെ ചെയിൻ തയ്ച്ചേക്കുന്നില്ലേ, അതിൻ്റെ അടിയിൽ കൂടെയാണ് ചെയ്യേണ്ടത്. അപ്പം ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ചെയിൻ തയ്ച്ചതിൻ്റെ അടിയിൽ കൂടെ വരും. അപ്പം ആദ്യത്തെ ചെയിൻ്റെ താഴത്തേക്കൂടെ ഇതുപോലെ പാസ് ചെയ്യുക. ഇതുപോലെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇത് ഇങ്ങനെ ഇതുപോലെ പാസ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ പാസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഗ്യാപ്പ് കൂടുതലാണ്, ഇത്രയും ഡിസ്റ്റൻസ് പോലും വേണ്ടാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തടുത്ത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് ഫീൽ ചെയ്യും. ഇത് ത്രെഡ് കുറച്ച് കൂടുതലെടുക്കും. ഒന്നാമത്തെ 6 strands ആണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലെ പുറകിലോട്ട് പോണ കാരണം പോയി ചെയിൻ എടുക്കുന്ന കാരണം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് കുറവായതുകൊണ്ട് നമുക്ക് ത്രെഡ് കൂടുതലെടുക്കും. അപ്പം ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെയും കൂടെയുള്ള താഴെ ഇങ്ങനെ പാസ് ചെയ്യുക. ഈ ചെയിനിൻ്റെ താഴത്തെ കൂടെയാണ് എടുക്കണത്. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെയും താഴത്തെ കൂടെ വരും. അപ്പോൾ ഇതുപോലെ ചെയിൻ ഇതിൻ്റെ താഴത്തെ കൂടെ ത്രെഡ് അല്ലാതെ ക്ലോത്തായിട്ട് അറ്റാച്ച് ഇല്ല. ഇതിൻ്റെ ത്രെഡിൻ്റെ താഴത്തെ കൂടെ മാത്രമേ എടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആ റോസ് ഫ്ലവർ ഫുള്ളും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരേ പെറ്റലും ഇതുപോലെ ചെയ്തിരിക്കുന്നു. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ. ഇതിപ്പം നമുക്ക് ഒരു ചുരിദാറിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കൂടെ അല്ലെങ്കിൽ ബോർഡറായിട്ട് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന എംപോസ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെവി ചെയിൻ സ്റ്റിച്ച് തയ്ച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലെ 6 strands ഇട്ട് തയ്ച്ചാൽ അങ്ങനെ ഹെവി ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല തിക്കായിട്ട് ഇതിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, തിക്കായിട്ട് ഇങ്ങനെ പിണഞ്ഞ് പിരിഞ്ഞ് ഇരിക്കും. ചെയിനായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെയാണ് നമ്മൾ ആ റോസ് ഫ്ലവർ നല്ല വലിയ പാറ്റേണിൽ ചെയ്താലായിരിക്കും, അല്ലെങ്കിൽ ബോർഡറിൽ ലൈനായിട്ട് തയ്ക്കാനായിരിക്കും ഈ ഒരു സ്റ്റിച്ച് നല്ലത്. കുഞ്ഞു ഡിസൈനിൽ ഈ ഒരു സ്റ്റിച്ച് അത്ര ഭംഗി വരത്തില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിസൈൻ്റെ ഇത് മാറണമുണ്ട്. അതുകൊണ്ട് ഇതിന് ഇവർക്ക് അത്രയ്ക്ക് ചെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ കുഞ്ഞു ഡിസൈനിൽ ഈ ഒരു ചെയിൻ കുറേ എണ്ണം ചെയ്താലാണ് അതിൻ്റെ ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ട് വലിയ പാറ്റേണിൽ, അതുകൊണ്ട് വലിയ ഫ്ലവർ പാറ്റേൺസ്, വലിയ റോസ്, വലിയ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇത് പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സിനൊക്കെ ഇത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഹെവി ചെയിൻ സ്റ്റിച്ച് നമ്മുടെ റോസ് ഫ്ലവറിൽ ചെയ്തേക്കുന്നത് ഇതുപോലെയാണ്. കണ്ടോ, ഇതിലും അടുപ്പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം ഒരു കച്ച് വർക്കിൻ്റെ ബോർഡർ പാറ്റേണുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.